എല്ലാവർക്കും നമസ്കാരം. ചരിത്രം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുണ്ട്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്ന സെക്ഷൻ അല്ലാതെ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറഞ്ഞ പേരിൽ മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. അവിടെ നമുക്ക് ഫേസ്ബുക്കിൽ ഇടുന്നത് പോലെ തന്നെ പോസ്റ്റുകൾ ഇടാനായിട്ട് പറ്റും. വീഡിയോയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ചിലപ്പോഴൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അത് ഇതുവരെ കാണാത്തവർ ആ സെക്ഷൻ ഒന്ന് സന്ദർശിക്കണം. 2, നമുക്ക് രണ്ടാമത് ഒരു ചാനൽ കൂടിയുണ്ട്, മിസ്റ്ററീസ് എന്ന് പറഞ്ഞ പേരിൽ. അത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇനിയും പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ആ ചാനലിൽ ചെല്ലുക, ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ തുടരുക. 3ാമത്തെ കാര്യം, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ നേരത്തെ ഗൊറില്ല കൺട്രി എന്ന് പറഞ്ഞ പേരിൽ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗൊറില്ല കൺട്രി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗൊറില്ല കൺട്രിയുടെ 2ാമത്തെ സീസൺ ലോസ്റ്റ് ഇൻ ദി ജംഗിൾ എന്ന് പറഞ്ഞ പേരിൽ മുമ്പ് പറഞ്ഞ 2ാമത്തെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഈ 2ാം ചാനൽ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 1942 നവംബർ 19 നമുക്കറിയാം, 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് നോർവേ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഹിറ്റ്ലറുടെ ജർമ്മനി കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ 42 നവംബർ 19 രാത്രിയിൽ 2 ബ്രിട്ടീഷ് ബോംബർ വിമാനങ്ങൾ, ഈ വിമാനങ്ങളുടെ പുറകിൽ മിലിറ്ററി ഗ്ലൈഡേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ പുറകിലുള്ള ഈ മിലിറ്ററി ഗ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 2ാം ലോകമഹായുദ്ധത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ പുറകിൽ വിമാനത്തിൻ്റെ രൂപവും ഘടനയൊക്കെ ഉള്ള വേറെ കാര്യങ്ങൾ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് മിലിറ്ററി ഗ്ലൈഡേഴ്സ് എന്ന് വിളിക്കുന്നത്. വിമാനത്തിൻ്റെ രൂപം മാത്രമേ ഇതിനുള്ളൂ, ഇതിന് എഞ്ചിനില്ല. എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ടാണ് പ്രധാന ബോംബർ വിമാനങ്ങൾ ഇതിനെ കെട്ടി വലിച്ചുകൊണ്ട് പറക്കുന്നത്. ഇത്തരം ഗ്ലൈഡേഴ്സിൻ്റെ പ്രധാന ഉപയോഗം വൻതോതിൽ സൈനികരെ, ജീപ്പ്, ആയുധങ്ങളൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരുമിച്ച് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ ഒരു വണ്ടി മറ്റൊരു വണ്ടിയെ കെട്ടി വലിക്കുന്ന പോലെ തന്നെയാണ് മുമ്പിലുള്ള ബോംബർ വിമാനം ഈ പുറകിൽ വിമാനത്തിൻ്റെ ഷേപ്പുള്ള ഈ ഗ്ലൈഡറിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ ഗ്ലൈഡറിൽ സൈനികരുണ്ടാവാം, ആയുധങ്ങളുണ്ടാവാം, സഞ്ചരിക്കേണ്ട ജീപ്പുകൾ, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടാവാം. ഗ്ലൈഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഇതുപോലെ ഈ ഗ്ലൈഡർ അല്ലാതെ ഈ ആളുകളെ പാരച്ചൂട്ടിൽ കൊണ്ട് ഇറക്കുകയാണെങ്കിൽ പാരച്ചൂട്ടുകൾ പല സ്ഥലത്തായിട്ടായിരിക്കും പോയി വീഴുക. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് വീണ ഈ സൈനികർ തമ്മിൽ വീണ്ടും ഒന്നിച്ചു കൂടിയിട്ട് ഒരു സംഘമാകാനായിട്ട് വീണ്ടും ടൈം എടുക്കും. പക്ഷേ ഇവിടെ ഈ ഗ്ലൈഡേഴ്സിൻ്റെ പ്രത്യേകത, ഈ വിമാനവുമായിട്ടുള്ള ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധാരണ വിമാനം ലാൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഗ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് നിലത്തേക്ക് വന്നങ്ങ് വീഴുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സൈനികരെല്ലാം ഒരുമിച്ചായിരിക്കും ഇതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുക. മുമ്പ് പറഞ്ഞ പോലെ പാരച്ചൂട്ടിൽ പല സ്ഥലത്തായിട്ട് ഇറങ്ങുമ്പോൾ ഇവർക്ക് പിന്നീട് ഒരുമിച്ചാകാനുള്ള സമയം എടുക്കുന്നത് ഇവിടെ ഉണ്ടാവില്ല. അതുമാത്രമല്ല, സൈനികരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ വാഹനങ്ങളും ആയുധങ്ങളെല്ലാം വൻതോതിൽ ഒരുമിച്ച് കൊണ്ട് ഇറക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം വൻ വിമാനങ്ങൾ പോലുള്ള ഈ ഗ്ലൈഡേഴ്സ് വൺ ടൈം യൂസ് ആണ്. ഇപ്പം ശത്രു രാജ്യത്താണ് ഇതുകൊണ്ട് ഇറക്കുന്നതെങ്കിൽ പിന്നീട് ഈ ഗ്ലൈഡറിനെ അവിടെ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ലല്ലോ, കാരണം ഇത് സ്വയം പൊങ്ങില്ലല്ലോ. പക്ഷെ വൻതോതിൽ ആയുധങ്ങളെയും ആളുകളെയും കൊണ്ട് ഇറക്കാം എന്നുള്ളത് കൊണ്ട് ഈ 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് ഇത്തരം മിലിറ്ററി ഗ്ലൈഡേഴ്സ് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരാം. 1942 നവംബർ 19 2 ബ്രിട്ടീഷ് ബോംബർ വിമാനങ്ങൾ ഇത്തരം 2 ഗ്ലൈഡേഴ്സിനെ കെട്ടിവലിച്ചുകൊണ്ട് നോർവേയിലെ, ദക്ഷിണ നോർവേയിലെ വെമോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് ടെലിമാർക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയയ്ക്കകത്താണ് ഈ വെമോർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ഈ 2 വിമാനങ്ങളുടെയും ലക്ഷ്യം ഈ ദക്ഷിണ നോർവേയിലെ ടെലിമാർക്കിൽ എവിടെയോ, മഞ്ഞ് ഭൂമിയാണ്, അവിടെ എവിടെയോ 4 ബ്രിട്ടീഷ് ട്രെയിൻഡ് ആയിട്ടുള്ള നോർവീജിയൻ പട്ടാളക്കാർ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് ഈ ബ്രിട്ടീഷ് പട്ടാള ട്രൂപ്പിനെ കൊണ്ട് ഇറക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. ഇതിൽ ആദ്യത്തെ ബോംബർ വിമാനവും അതിൻ്റെ പുറകിലുള്ള ഗ്ലൈഡറും ഇത് നോർവേയുടെ അതിർത്തിക്കകത്തേക്ക് കയറി ഈ പറഞ്ഞ ടെലിമാർക്കിൻ്റെ മുകളിലൂടെയാണ് പറക്കുന്നത്. പക്ഷേ ഈ ബോംബർ വിമാനവും പുറകിലുള്ള ഗ്ലൈഡറും തമ്മിലുള്ള ആ ലൈൻ അത് പ്രോപ്പറായിട്ട് കട്ടായി പോയില്ല. അതായത് ഈ ഗ്ലൈഡർ താഴേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ റോപ്പ് കട്ടാക്കി വിടണം. അത് ഈ കേസിൽ കട്ടായില്ല. അതിന് പകരം സംഭവിച്ചത് ഈ ഗ്ലൈഡർ, ഈ പട്ടാളക്കാർ ഉൾപ്പെടെയുള്ള ഈ ഗ്ലൈഡർ ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഗ്ലൈഡറും ഈ വിമാനവും തമ്മിലുള്ള ലൈൻ കട്ടായി പോയിട്ടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വിമാനവും നിലത്തേക്ക് കുത്തിയിടിച്ചിറങ്ങി തകർന്നു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ മരണപ്പെട്ടു. ഗ്ലൈഡറിലുണ്ടായിരുന്ന 17 പേരിൽ 3 പേര് ആ സമയത്ത് തന്നെ മരണപ്പെടുകയും ബാക്കിയുള്ള ഒരു 6-7 പേർക്ക് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഇനി 2ാമത്തെ വിമാനവും അത് കെട്ടിവലിക്കുന്ന ഗ്ലൈഡറും ഇവർക്ക് കറക്റ്റായിട്ട് ഈ ടെലിമാർക്കിൽ, ഈ മഞ്ഞ് ഭൂമിയിൽ എവിടെയാണോ ഈ നോർവീജിയൻ ആൾക്കാർ 4 പേര് വെയിറ്റ് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് മുകളിൽ എത്താനായിട്ട് ഇവർക്ക് സാധിച്ചു. കാരണം താഴെ ഉണ്ടായിരുന്ന നോർവേക്കാരുടെ റേഡിയോ ബീക്കണിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ഇവർക്ക് കറക്റ്റായിട്ട് കിട്ടി. പക്ഷേ ഈ പൈലറ്റിന് ഒരു പ്രശ്നം പറ്റി.
വിശാലമായ വെളുത്ത് കിടക്കുന്ന മഞ്ഞ് ഭൂമിയാണ്. ഇദ്ദേഹത്തിന് ഇത് എവിടെയാണ് ഇറക്കേണ്ടത് എന്നുള്ള ആ കാൽക്കുലേഷൻ അങ്ങ് തെറ്റി. അതുകൊണ്ട് കുറേ നേരം ഇവർക്ക് മുകളിലൂടെ തന്നെ ഇദ്ദേഹം ഈ വിമാനവും ഗ്ലൈഡറും വിട്ട് വട്ടം കറക്കിയ ശേഷം ഇത് എവിടെയാണ് ഇറക്കേണ്ടത് എന്ന് മനസ്സിലാവാതെ ഇദ്ദേഹം തിരിച്ച് ഈ ഗ്ലൈഡറും കൊണ്ട് ഈ നോർവേയിൽ നിന്ന് തിരിച്ച് മടങ്ങിപ്പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ നോർവീജിയൻ അതിർത്തി കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ വിമാനവും പുറകിലുണ്ടായിരുന്ന ഗ്ലൈഡറും തമ്മിലുള്ള ആ ലൈൻ അത് പൊട്ടിപ്പോവുകയും ഈ ഗ്ലൈഡർ അവിടെ ക്രാഷ് ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന 8 സൈനികരിൽ 5 പേര് മരിക്കുകയും ബാക്കിയുള്ളവർ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. ചുരുക്കത്തിൽ 2 വിമാനങ്ങൾ, അത് കെട്ടിവലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന 2 ഗ്ലൈഡേഴ്സ്. ഇതിൽ ഒരു വിമാനം മാത്രമാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ബാക്കി 2 ഗ്ലൈഡറും ഒരു വിമാനവും ഈ നോർവേയിൽ അവർക്ക് നഷ്ടപ്പെട്ടു. ഇതിൽ കുറച്ച് പേര് രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ രക്ഷപ്പെട്ട ആളുകളെ ജർമ്മൻകാർ പിടികൂടുകയും ചിലരെ അവിടെ വെച്ച് തന്നെ വധിക്കുകയും മറ്റു ചിലരെ 2-3 ദിവസങ്ങൾ പീഡിപ്പിച്ച ശേഷം വധിക്കുകയും പരിക്ക് പറ്റിയ ആളുകളെ അവർക്ക് മരുന്നൊന്നും കൊടുക്കാതെ എവിടെയോ കൊണ്ടിടുകയും അവരും 3-4-5 ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെടുകയുമാണ് ചെയ്തത്. ഫ്രഷ്മാൻ എന്ന് പറഞ്ഞ പേരിൽ ഇവർ നടത്തിയ ഈ ഓപ്പറേഷൻ തീർത്തും പരാജയപ്പെട്ടു. ദക്ഷിണ നോർവേയിലെ ടെലിമാർക്കിൽ ഈ ബ്രിട്ടീഷ് സൈനികരെ നോക്കി നിന്നിരുന്ന ഈ നോർവേക്കാർ നിരാശപ്പെട്ടു. അവർ തിരിച്ച് അവരവരുടെ ക്യാബിനുകളിലേക്ക് മടങ്ങി. സത്യത്തിൽ എന്തിനാണ് ഈ ജർമ്മൻകാർ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഈ നോർവേയുടെ തെക്കൻ ഭാഗത്തേക്ക് ഇത്രയും വലിയൊരു ഓപ്പറേഷനുമായിട്ട് ഇതുപോലെ ബോംബർ വിമാനങ്ങളും ഗ്ലൈഡേഴ്സും ഒക്കെ ആയിട്ട് ഈ ബ്രിട്ടനും സഖ്യകക്ഷികളും ഇങ്ങോട്ടേക്ക് ആളെ വിട്ടത്? ദക്ഷിണ നോർവേയിലെ ടെലിമാർക്കിൽ ഇവർക്ക് എന്ത് വലിയ ഓപ്പറേഷനാണ് നടത്താനുള്ളത്? ആ കഥയിലേക്ക് നമുക്ക് വരാം. വെൽക്കം ടു ഹിസ്റ്റോറീസ്. ദക്ഷിണ നോർവേയിൽ റിക്വാൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത, ഇവർ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ വിഷമിക്കുന്ന ഗ്രാമവാസികളായിരുന്നു ഒരു കാലത്ത്. ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് 2 പ്രധാന മലകൾ അല്ലെങ്കിൽ മലനിരകൾ, അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം താഴ്വര, അവിടാണ്. സൂര്യനെ മിക്കപ്പോഴും ഈ മലകൾ മറയ്ക്കും. അത് മാത്രവുമല്ല, നോർവേയാണ് സ്ഥലം. 6 മാസം കറക്റ്റായിട്ട് സൂര്യപ്രകാശം ഇവർക്ക് അല്ലാതെ തന്നെ കിട്ടില്ല. അതിൻ്റെ കൂടെയാണ് ഈ മലനിരകൾ സൂര്യനെ മറയ്ക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇവരൊരു ഉപായം കണ്ടുപിടിച്ചു. ഇവർ ഈ മലകളുടെ മുകളിൽ വലിയ കണ്ണാടികൾ കൊണ്ട് സ്ഥാപിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഈ സൂര്യപ്രകാശം ഈ കണ്ണാടികളിൽ തട്ടിത്തെറിപ്പിച്ച് ഈ ഗ്രാമത്തിലേക്ക് ഇവർ പ്രതിഫലിപ്പിച്ചു. അങ്ങനെ മലകളാൽ മറയ്ക്കപ്പെട്ട സൂര്യനിൽ നിന്നും ഇവർ ദർപ്പണങ്ങൾ വഴി ഇവരുടെ ഈ ഗ്രാമത്തിലേക്ക് ഏതാണ്ട് 600 ചതുരശ്ര മീറ്റർ സ്ഥലത്തേക്ക് ഇവർ വെളിച്ചം എത്തിച്ചു. 2013 ഇവർ ഈ പ്രൊജക്റ്റ് തീർത്തത്. അന്ന് ലോകമാധ്യമങ്ങളിൽ ഇതൊരു വാർത്തയായിരുന്നു. ഇവർ സൂര്യനെ പറ്റിച്ചിട്ട് ദർപ്പണങ്ങൾ, കണ്ണാടികൾ വഴി ഇവർ സൂര്യപ്രകാശം ഇവരുടെ ഈ ഗ്രാമത്തിലേക്ക് തെളിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ റിക്വാൻ എന്ന് പറഞ്ഞ പേരുള്ള ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇതേ പേരിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടവും അറിയപ്പെടുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് മുമ്പിൽ മാറിയിട്ട് ഒരു പവർ സ്റ്റേഷൻ, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുണ്ട്. വെമോർക്ക് എന്ന് പറഞ്ഞ പേരിലാണ് ആ പവർ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. ഇത് ഒരു ജലവൈദ്യുത ഉൽപാദന കേന്ദ്രമാണ്. ഈ ഇറുക്വാൻ എന്ന ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള വെമോർക്ക് എന്ന് പറഞ്ഞ പേരിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇത് തകർക്കുവാനാണ് ഈ 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടനും സഖ്യകക്ഷികളും നമ്മൾ മുമ്പ് പറഞ്ഞ 2 ബോംബർ വിമാനങ്ങളും 2 ഗ്ലൈഡേഴ്സും അസഖ്യം സൈനികരെയും ഇങ്ങോട്ടേക്ക് അയച്ചത്. ഓപ്പറേഷൻ ഫ്രഷ്മാൻ എന്ന് പറഞ്ഞ പേരിൽ. അത് പൊളിഞ്ഞുപോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചത്. ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് ഇവരെന്തിനാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് തകർക്കാനായിട്ട് ഇവർ ഒരുമ്പിടുന്നത്? 2ാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ വെമോർക്ക് എന്ന് പറഞ്ഞ പേരിലുള്ള ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫെർട്ടിലൈസർ ഫാക്ടറി കൂടി ഉണ്ടായിരുന്നു. നൈട്രജൻ രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി. ഈ പ്ലാന്റിന്റെ ബിൽഡിങ്ങിന് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ ഫാക്ടറിയും സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ജർമ്മനി നോർവേ കീഴടക്കിയ സമയത്ത് അവർ ഈ നൈട്രജൻ ഫിക്സേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഈ രാസവള നിർമ്മാണ കേന്ദ്രം ഇവരെന്ത് ചെയ്തു? അത് ഇവർ ഖനജലം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാക്കി മാറ്റി. ഈ ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഒരു മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അന്നത്തെ കാലത്ത് നാസികൾക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള എല്ലാ പദ്ധതികളും ഉണ്ടായിരുന്നു. അതിന് ഈ ഖനജലം, അതായത് ഈ പറയുന്ന ഹെവി വാട്ടർ അവർക്ക് ആവശ്യമാണ്. അത് നിർമ്മിക്കുവാനായിട്ട് ലോകത്തിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരുന്നു ഈ ഇറുക്വാൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിന് തൊട്ടടുത്തുണ്ടായിരുന്ന
ഈ വെമോർക്ക് പ്ലാന്റ്. നാസികൾ എന്ത് ചെയ്തു? ഈ പ്ലാന്റിനെ അവർ ഈ ഖനജലം ഉണ്ടാക്കുന്ന ഫാക്ടറിയാക്കി മാറ്റി. ജർമ്മനിയുടെ ആറ്റം ബോംബ് നിർമ്മാണവും ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മാണവും ഒക്കെ തടയണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ടുന്ന പ്രധാന ഘടകമായിട്ടുള്ള ഈ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജല നിർമ്മാണ കേന്ദ്രം തകർത്തേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഓപ്പറേഷൻ ഫ്രഷ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു പരിപാടി ഇവർ സംഘടിപ്പിച്ചത്. പക്ഷേ ചീറ്റിപ്പോയി. അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് ഈ വെമോർക്ക് പ്ലാന്റ് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. പവർ സ്റ്റേഷൻ ഇരിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. അതായത് ഇതിന് ചുറ്റും കിടങ്ങാണുള്ളത്. അതിന് താഴെ വലിയ നദി ഒഴുകുന്നുണ്ട്. റിവർ മോണ എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു നദിയാണ് ഇതിന്റെ താഴെ കൂടെ ഒഴുകുന്നത്. ഈ പവർ പ്ലാന്റിലേക്ക് നേരിട്ടൊരു വഴിയുമില്ല. കാരണം ചുറ്റും കിടങ്ങാണല്ലോ. ഈ ചെങ്കുത്തായ സ്ഥലമാണ് ഇതിന് ചുറ്റും ഉള്ളത്. അങ്ങോട്ടേക്ക് രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് ഒരു തീവണ്ടി പാതയാണ്. ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ഇവിടെ നിന്ന് സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാത. അതും ഈ പറയുന്ന കിടങ്ങിന് മുകളിൽ ഒരു പാലം നിർമ്മിച്ചിട്ടാണ്. ആ പാലം വഴിയാണ് ഈ ട്രെയിൻ വരുന്നത്. രണ്ടാമത് കാറിനും സൈക്കിളിനും ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സാധാരണ പാത. അതും ഒരു ബ്രിഡ്ജാണുള്ളത്. ആ ബ്രിഡ്ജ് കടന്ന് വേണം ഈ പ്ലാന്റിനുള്ളിലേക്ക് വരാനായിട്ട്. അങ്ങനെ 2 പാതകളാണുള്ളത്. ഒന്ന് കാറിന് പോകാനുള്ള ബ്രിഡ്ജും രണ്ടാമത് റെയിൽവേ ബ്രിഡ്ജും. ഈ പ്ലാന്റിന്റെ പുറകിലാണെങ്കിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ പെൻസ്റ്റോക്ക് പൈപ്പിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് വരുന്നത് ചെങ്കുത്തായ ഒരു പാറയുടെ അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്നാണ്. ഇവർക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പ്ലാന്റിനുള്ളിലേക്ക് ഇവർക്ക് പട്ടാളക്കാരെ കയറ്റണമെന്നുണ്ടെങ്കിൽ, ബ്രിട്ടീഷുകാർക്ക് പട്ടാളക്കാരെ കയറ്റണമെന്നുണ്ടെങ്കിൽ, ആരും അറിയാതെ കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ പവർ പ്ലാന്റ് നിൽക്കുന്നതിൻ്റെ സൈഡിൽ ചെങ്കുത്തായ മലയാണ് അല്ലെങ്കിൽ താഴ്വാരമാണ് ഉള്ളത്. അതുവഴി ആളുകളെ കയറ്റിവിടണം. അതെ, അതുവഴി ഈ ബ്രിട്ടീഷ് കമാൻഡോകളെ കയറ്റാൻ വേണ്ടി തന്നെയാണ് ഈ ഓപ്പറേഷൻ ഫ്രഷ്മാൻ എന്ന് പറഞ്ഞ പേരിൽ ഇതിന് 30-40 മൈൽ അകലെ ഈ മഞ്ഞ് ഭൂമിയിൽ ഇവർ ഈ ആളെ കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അത് പരാജയപ്പെട്ടു പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഈ ശ്രമം അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്നുള്ള ഖനജലം ഇവർ മാസാമാസം ജർമ്മൻകാർ ഇവിടെ നിന്ന് കടത്തിയിട്ട് തൊട്ടടുത്തുള്ള ലേക്കിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ചെറിയ ബോട്ടുകളിലും വലിയ ബോട്ടുകളിലും ഒക്കെ ആയിട്ട് ഇവർ ജർമ്മനിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജർമ്മനി എന്തെങ്കിലും ഈ പറയുന്ന ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സഖ്യകക്ഷികൾക്ക് മനസ്സിലായി. അതായത് ഈ പ്ലാന്റ് തകർത്തേ മതിയാവും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഈ വെമോർക്ക് എന്ന് പറഞ്ഞ ഈ ബിൽഡിങ്ങിൽ 2 പ്രധാന സാധനങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇതൊരു ജലവൈദ്യുതി ഉൽപാദന കേന്ദ്രമാണ്. അതൊരു വശത്തുണ്ട്. രണ്ടാമത്തെ സ്ഥലം ഈ പറഞ്ഞ പ്ലാന്റാണ്. ഈ ഖനജലം ഉണ്ടാക്കുന്ന പ്ലാന്റാണ്. ഇത് രണ്ടും 2 ബിൽഡിംഗ് ആണ്. പക്ഷേ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഖനജലം ഉണ്ടാക്കുന്ന പ്ലാന്റ് കോൺസെൻട്രേഷൻ ബിൽഡിംഗെന്നോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ റൂം ഉള്ള ബിൽഡിംഗെന്നോ ഒക്കെയാണ് ഇവർ പറയുന്നത്. അവിടെ കയറിയിട്ട് അറ്റാക്ക് ചെയ്ത് അതെല്ലാം കളയണം. ഇതാണ് ഇവരുടെ ഉദ്ദേശം. നമ്മൾ ഓർക്കും, എങ്കിൽ പിന്നെ ഇത് മൊത്തത്തോടെ അങ്ങ് ബോംബ് ചെയ്ത് കളഞ്ഞാൽ പോരെ എന്ന്. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഗ്രാമം, ഇർക്കുവാൻ എന്ന് പറഞ്ഞ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. സിവിലിയൻ ആൾനാശം ഉണ്ടാക്കും. 2, ഇവർ ഈ പറയുന്ന കോൺസെൻട്രേഷൻ റൂം എന്ന് പറയുന്നത് ഈ 7 നില കെട്ടിടത്തിന്റെ ഏറ്റവും അടിയിൽ, ബേസ്മെന്റിൽ, ഭൂമിക്കടിയിലാണ്. സാധാരണ ബോംബിങ് നടത്തിയാലൊന്നും അത് തകരില്ല. ചുരുക്കത്തില് ഇതിനുള്ളിൽ നുഴഞ്ഞു കയറിയിട്ട് ഇതിനകത്തുകൊണ്ട് ബോംബ് വെച്ച് ഇത് പൊട്ടിക്കണം. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് തകർക്കാനും ഇതിന്റെ പ്രവർത്തനം നിർത്തുവാനും ഇവർക്ക് സാധിക്കുകയുള്ളൂ. ഇതിനിടയ്ക്ക് കൂടുതൽ ആലോചിക്കാൻ സാധ്യതയുള്ള ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയത്തിന് മറുപടി പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിലെ മൂലമറ്റം പവർ പ്ലാന്റിന്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു രാസവള ഫാക്ടറിയോ ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ അതുണ്ട്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഈ പറയുന്ന വെമോർക്ക് എന്ന് പറഞ്ഞ പ്ലാന്റിൽ ഉണ്ടാക്കുന്നത് DC ആണ്, ഡയറക്റ്റ് കറണ്ടാണ്. ഈ DCയുടെ പ്രശ്നം, ഇതിന് പ്രസരണ നഷ്ടം കൂടുതലാണ്. 10 മൈലിൽ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഇത് അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ലൈൻ വലിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതായത് ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നത് ഡയറക്റ്റ് കറണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസരണ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഫാക്ടറിയും പ്രവർത്തിപ്പിച്ചേ മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫാക്ടറി ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഏകദേശം രൂപമായിട്ടുണ്ട്. ഈ ഫാക്ടറിയിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്രിട്ടനും സഖ്യകക്ഷികളും ഇത് തകർക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇത് തകർക്കാനായിട്ട് ഉദ്ദേശിച്ചുണ്ടാക്കിയ ആദ്യത്തെ ഓപ്പറേഷൻ ഫ്രഷ്മാൻ തകരുകയും അല്ലെങ്കിൽ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ അങ്ങനെ അങ്ങ് ഇത് ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ അടുത്ത സ്റ്റെപ്പ് ആലോചിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ബോംബിങ് നടക്കില്ല. അതിന് പകരം ഇതിനകത്തേക്ക് ആളെ വിട്ടിട്ട് ഈ ബേസ്മെന്റിൽ ഇറക്കിയിട്ട് ബോംബ് വെച്ച് തകർക്കണം. അതാണ് പ്ലാൻ. ഈ ഓപ്പറേഷൻ ഫ്രഷ്മാൻ പരാജയപ്പെട്ടതോടെ ഇങ്ങോട്ടേക്ക് ബ്രിട്ടീഷ് ആളുകളെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമാൻഡോകളെ വിടുന്ന കാര്യം ബ്രിട്ടനും സഖ്യകക്ഷികളും അങ്ങ് ഉപേക്ഷിച്ചു. കാരണം അവർക്കാർക്കും ഈ നോർവേയിലെ അതിഭീകരമായിട്ടുള്ള തണുപ്പ് കാലാവസ്ഥയെ അതിജീവിച്ചിട്ട് ഈ പവർ പ്ലാന്റിൽ കയറിയിട്ട് ഇത് തകർക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവർക്ക് ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ജർമ്മനി ഈ നോർവേ പിടിച്ചടക്കിയ സമയത്ത് അല്ലെങ്കിൽ നോർവേ ജർമ്മനിയായിട്ടുള്ള യുദ്ധം തോറ്റ സമയത്ത് അവിടെ നിന്ന് പലായനം ചെയ്ത
വലിയ ഹൈ ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥന്മാർ, സയൻറ്റിസ്റ്റുകൾ, പട്ടാളക്കാർ ഇവരെല്ലാം ആ സമയത്ത് ലണ്ടനിലുണ്ടായിരുന്നു. അവരെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അവിടെ നിന്നുകൊണ്ട് അവരുടെ രാജ്യം മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല വിധത്തിലുള്ള അല്ലെങ്കിൽ പല പ്ലാനുകളും ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് കഴിവുള്ള ഏതെങ്കിലും നോർവേക്കാരെ ഇതിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എളുപ്പം. കാരണം അവിടെ വെച്ചിട്ട് ഈ പവർ പ്ലാന്റിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ബ്രിട്ടീഷുകാരനെ പിടികൂടിയാൽ മനസ്സിലാവും ഇവൻ ചാരനാണ് അല്ലെങ്കിൽ തകർക്കാൻ വന്നതാണ്. പക്ഷേ ഒരു നോർവേക്കാരനെ പിടികൂടി കഴിഞ്ഞാൽ അവന് പറയാം ഞാനിവിടെ താമസിക്കുന്നതാണ്. അങ്ങനെ രക്ഷപ്പെടാം. അല്ലെങ്കിൽ അവിടെയുള്ള പോപ്പുലേഷൻ ഇടയ്ക്ക് ഇവർക്ക് താമസിക്കാം ആരും അറിയാതെ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. ഇവർക്ക് ഭാഷ അറിയാം, ഈ കാലാവസ്ഥയായിട്ട് ഇവർ ചെറുപ്പം മുതലേ ജീവിച്ചതാണ്, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ചുരുക്കത്തിൽ ഈ ഓപ്പറേഷൻ ഏറ്റവും പറ്റിയത് നോർവീജിയൻ ആൾക്കാർ തന്നെയാണ്. അങ്ങനെ ബ്രിട്ടനിൽ അക്കാലത്തുണ്ടായിരുന്ന നോർവേക്കാരിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പട്ടാളക്കാരിൽ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പേരെ, ഒരു 4 പേരെ ഇവരാദ്യം സെലക്ട് ചെയ്തു. ആ 4 പേര് നിന്നിരുന്ന ലക്ഷ്യം നോക്കിയിട്ടാണ് ഈ ഓപ്പറേഷൻ ഫ്രഷ്മാൻ്റെ ആ 2 വിമാനങ്ങൾ പറന്നതും ചെന്നതും അവിടെ ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു പോരുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തത്. അതായത് ഇവരാദ്യം വിട്ട ആ 4 പേര് അവരിപ്പോഴും ഈ പ്ലാന്റിന് 30 മൈൽ അകലെ ഒരു ക്യാബിനിൽ, അതായത് അവിടെ മുഴുവൻ മഞ്ഞാണ്, മഞ്ഞ് ഭൂമിയാണ്, അവിടെ ഒരു ക്യാബിനിൽ അവർ വേട്ടയാടിയൊക്കെ ജീവിക്കുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ ഫ്രഷ്മാൻ നടത്തുന്നതിന് മുമ്പ് ഇവർ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഗ്രൗസ്. ഈ ഓപ്പറേഷൻ ഗ്രൗസിന്റെ ഭാഗമായിട്ടാണ് ഇതിനു മുമ്പ് തന്നെ 4 നോർവേക്കാരെ ഇവരങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആർനെ ഷെൽസ്ട്രപ്പ്, എൻ പോൾസൺ, കെന്യൂട്ട് ഹോഗ്ലണ്ട്, ക്ലോസ് ഹെൽബർഗ്, ഇങ്ങനെ 4 നോർവേക്കാരാണ് ഇപ്പോൾ ഈ പ്ലാന്റിന് അരികിൽ പാത്തും പതുങ്ങിയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പലപ്പോഴും ജർമ്മൻകാരുടെ മുമ്പിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിലും ഇവരെ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇവർ നോർവേക്കാരാണ്. ഈ 4 പേരിൽ 3 പേരും ഈ റിക്വാൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവരാണ്. അവർക്ക് അവിടുത്തെ മുക്കും മൂലയും എല്ലാം അറിയാം, ഭാഷ അറിയാം. അവർ പുറത്തു നിന്ന് വന്ന ആളുകളാണെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അതായത് കുറച്ച് മാസങ്ങളായിട്ട് ഈ ഓപ്പറേഷൻ ഗ്രൗസിന്റെ ഭാഗമായിട്ട് ഒരു 4 നോർവേക്കാർ ഈ പ്ലാന്റിന്റെ പരിസരങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇവർക്ക് ബാക്കപ്പായിട്ട് കുറച്ച് ആളുകളെയും സാധനങ്ങളെയും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ഫ്രഷ്മാൻ പ്ലാൻ ചെയ്തത്. അത് പൊളിഞ്ഞതോടെ ഈ 4 പേരും കുഴപ്പത്തിലായി. കാരണം ഇവർക്ക് ഭക്ഷണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവർ മഞ്ഞ് ഭൂമിയിലാണ് ഇവിടെ കിടക്കുന്നത്. റെയിൻഡിയറുകളെ വേട്ടയാടിയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷേ അവർക്ക് ഉറപ്പുണ്ട് അടുത്ത ഓപ്പറേഷൻ പ്ലാൻ ചെയ്യും, വീണ്ടും ആളുകൾ ഇവിടെ എത്തും. പക്ഷെ അതുവരെയും ഇവർക്കിവിടെ പിടിച്ചു നിൽക്കണം. അങ്ങനെ പരാജയപ്പെട്ട ഓപ്പറേഷൻ ഫ്രഷ്മാന്റെ സ്ഥാനത്ത് അടുത്ത ഓപ്പറേഷൻ അവർ പ്ലാൻ ചെയ്തു, ഓപ്പറേഷൻ ഗണ്ണർസൈഡ്. ഈ ഗണ്ണർസൈഡ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കാനുള്ള പ്രധാന കാരണം ഇതിന്റെ തലവനായിട്ടുണ്ടായിരുന്ന ചാൾസ് ഹാംബ്രോ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ യോർക്ക്ഷയറിൽ അദ്ദേഹം വെടിവെക്കാൻ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലത്തിന്റെ പേരാണ് ഈ ഗണ്ണർസൈഡ്. അതുകൊണ്ടാണ് അതേ പേര് തന്നെ ഈ ഓപ്പറേഷന് കൊടുത്തത്. ഇതിനു വേണ്ടിയിട്ട് അവർ സ്പെഷ്യൽ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പേരിൽ, SOE എന്ന് പറഞ്ഞ പേരിൽ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കി. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ ഗണ്ണർസൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ നടക്കാനായിട്ട് പോകുന്നത്. മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ബ്രിട്ടീഷുകാരെ ഇനി ഇങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല, നോർവേക്കാർ തന്നെ പോകണം. അതിനു വേണ്ടിയിട്ട് അവർ 22 വയസ്സ് മാത്രം പ്രായമുള്ള ചുറുചുറുക്കുള്ള ഒരു നോർവീജിയൻ പട്ടാളക്കാരനെ തപ്പിയെടുത്തു. യൊക്കീൻ റോൺബർഗ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഈ ട്രൂപ്പിനെ ഇനി നയിക്കേണ്ടത്. ഇതിനിടയിൽ ബ്രിട്ടൻ ഈ പ്ലാന്റ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ജർമ്മനി മണത്തറിഞ്ഞു. അതെങ്ങനെയാണെന്ന് അറിയാവൂ? ആദ്യത്തെ ഓപ്പറേഷൻ ഫ്രഷ്മാൻ നടന്നപ്പോഴേക്കും ഈ വിമാനങ്ങൾ തകർന്ന കൂട്ടത്തിൽ ഇവർക്ക് കുറച്ച് മാപ്പ് കിട്ടി. ആ മാപ്പിൽ ഈ പ്ലാന്റ് ഇരിക്കുന്ന ഭാഗം ഇവർ നീല മഷിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ജർമ്മൻകാർ ശ്രദ്ധിച്ചു. അങ്ങനെ അവർക്ക് മനസ്സിലായി ഈ ബ്രിട്ടൻ ഇങ്ങോട്ടേക്ക് നോട്ട വിട്ടിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇവർ ഈ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലത്ത് കൂടുതൽ ആളുകളെ, കൂടുതൽ പട്ടാളക്കാരെ വിന്യസിച്ചു. ഇതിനിടയ്ക്ക് ബ്രിട്ടൻ ഒരു ഗുണം കിട്ടി. ഈ പ്ലാന്റിൽ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സയന്റിസ്റ്റ്, ലീഫ് ത്രോൺസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം നോർവേ വിട്ടിട്ട് ലണ്ടനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റ് നിർമ്മിക്കുന്ന സമയത്തും അതിനുശേഷവും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ ത്രോൺസ്റ്റഡ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഈ പ്ലാന്റിൻ്റെ വിശദമായിട്ടുള്ളൊരു മാപ്പ് ഇവർ തയ്യാറാക്കി. ഇതിനകത്തുള്ള വഴികൾ, എവിടെയൊക്കെയാണ് ഭിത്തി ഉള്ളത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എങ്ങനെ പുറത്തേക്ക് കടക്കാം, എത്രത്തോളം ഈ പറയുന്ന ഖനജലം അവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, ഈ പറയുന്ന ഏറ്റവും അടിയിലുള്ള കോൺസെൻട്രേഷൻ റൂമിലേക്ക് എങ്ങനെ കടക്കാം, അങ്ങനെയുള്ള വിശദമായ വിവരങ്ങളെല്ലാം ഇദ്ദേഹത്തിൽ നിന്ന് ഇവർക്ക് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം വഴി നമ്മൾ ഈ പറഞ്ഞ ഗണ്ണർസൈഡ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷന്റെ തലവനായിട്ടുള്ള യൊക്കീൻ റോൺബർഗിന് ഈ പറയുന്ന വിവരങ്ങളെല്ലാം ലഭിച്ചു. പ്രധാന വിവരങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ. ഇത് എങ്ങനെയാണ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, പുറകിൽ വാട്ടർഫോളാണ്, വലിയ മലയാണ്, പെൻസ്റ്റോക്ക് പൈപ്പുകൾ, ഈ ബിൽഡിങ് ഇതാണെങ്കിൽ തന്നെ വലിയൊരു മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. 200 മീറ്റർ താഴ്ചയിലാണ് ഈ വശങ്ങളുള്ളത്. 2 പ്രധാന വഴികളാണുള്ളത്. റെയിൽവേ ഉണ്ട്, അല്ലാതെ തന്നെ വണ്ടി പോകാനുള്ള വേറൊരു ബ്രിഡ്ജുണ്ട്. ഇതിനകത്ത് ഒരു പ്രധാന വിവരം ഇവർക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൺസെൻട്രേഷൻ റൂമിലേക്ക് പ്രധാന ഡോർ വഴി അല്ലാതെ മറ്റൊരു വഴിയുണ്ട്. അതായത്
കേബിളുകൾ ഈ റൂമിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തുളയുണ്ട്. അത് ഒരാൾക്ക് വേണമെങ്കിൽ നിരങ്ങി അതിനകത്തൂടെ ഈ റൂമിലേക്ക് ചെന്ന് കയറാനായിട്ട് പറ്റും. കേബിളുകൾ പോകുന്ന കൂട്ടത്തിൽ ഒരാൾ അതിനകത്തൂടെ എലി നിരങ്ങുന്ന പോലെ നിരങ്ങണം. അങ്ങനെ ഒരു വഴി കൂടി ഉള്ളതായിട്ട് ഈ ത്രോൺസെഡ് റോൺബെർഗിനോട് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് മനസ്സിലായി. ഇനി ഈ റോൺബെർഗ് ഇദ്ദേഹത്തെ കൂടാതെ ഒരു 5 പേരെ കൂടെ ഈ ടീമിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ നേതാവായിട്ടുള്ള യൊക്കീൻ റോൺബെർഗ് തിരഞ്ഞെടുത്ത ബാക്കിയുള്ള 5 പേര് ഇവരൊക്കെയാണ്: കെന്യൂട്ട് ഹോഗ്ലിഡ്, ഹാൻസ് സ്റ്റോഹൗ, ഫെഡറിക് കൈസർ, ബെർഗർ സ്റ്റോൺഷിൻ, ടാസ്പർ ഇലിയഡ്. ഇവരെല്ലാവരും തന്നെ നോർവേക്കാരാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പട്ടാളക്കാരാണ്, മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. ഇവരെ ബ്രിട്ടൻ ഇനി പരിശീലിപ്പിക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഈ യുദ്ധത്തിന് മുമ്പ് ഈ പ്ലാന്റും പരിസരങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഈ മാപ്പുകളും ചിത്രങ്ങളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് പ്ലാസ്റ്റിക്കും തടിയും വെച്ചിട്ട് ഇവർ ഈ കോൺസെൻട്രേഷൻ റൂമിൻ്റെ ഒരു ഡെമി ഉണ്ടാക്കി. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ബിൽഡിങ്ങിൽ ഇവർ പ്രാക്ടീസ് ചെയ്തു. ഇതിനകത്തൂടെ കയറാനും ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ശരിക്കും മനപ്പാടമായി. അങ്ങനെ 1943 ഫെബ്രുവരി 17 ഈ 6 പേരെയും ഒരു ബ്രിട്ടീഷ് ബോംബർ വിമാനം അവിടെ കൊണ്ടുപോയി ഈ പാരച്യൂട്ടിൽ അവിടെ ഇറക്കി. നമ്മുടെ ഈ പ്ലാന്റിൽ നിന്ന് 10-40 മൈൽ പടിഞ്ഞാറോട്ട് മാറിയിട്ട് മഞ്ഞ് ഭൂമിയിലാണ് ഇവരെ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. ഇവിടെ വേട്ടക്കാരുണ്ട്, അതായത് റെയിൻഡിയറുകളെയൊക്കെ വേട്ടയാടുന്ന ഈ നോർവീജിയൻ പൗരന്മാരുണ്ട്. അവരൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് ക്യാബിനുകൾ, ചില തടി കുടിലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇറങ്ങി ഇവർ ആരോ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഒരു തടി കുടിൽ കണ്ടെത്തി അവിടെ അവർ അതിനകത്തൊക്കെ കയറി. പക്ഷേ പിറ്റേ ദിവസം മുതൽ ആ ഭാഗത്തെ ഈ കാലാവസ്ഥ വളരെ മോശമായി. അതിഭീകരമായ രീതിയിലുള്ള ഈ ഹിമക്കാറ്റും കാര്യങ്ങളെല്ലാം ആഞ്ഞടിച്ചു. ഇവർക്ക് ഈ ക്യാബിനിൽ നിന്ന് 3-4 ദിവസത്തേക്ക് പുറത്തിറങ്ങാനേ സാധിച്ചില്ല. ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം ഓപ്പറേഷൻ ഗ്രൗസിന്റെ ഭാഗമായിട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇറങ്ങിക്കിടക്കുന്ന ബാക്കി 4 നോർവേക്കാരുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് പോകണം, അവരെ കണ്ടെത്തണം. എന്നിട്ട് വേണം അവരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇവരുടെ വിവരങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് വേണം ഇവർക്ക് ഈ ഓപ്പറേഷൻ നടത്തുവാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും 5ാമത്തെ ദിവസം ഇവർക്ക് ഈ കാലാവസ്ഥയൊന്ന് നേരെയായി കിട്ടി. ഇവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവർ നടന്നും മഞ്ഞിലൂടെ തെന്നിസാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്കെതിരെ ഒരാൾ വരുന്നത് ഇവർ കണ്ടു. ഇവരേതായാലും സൈഡിലേക്ക് മാറി നിന്നു. ഈ ആൾ വരുന്നത് വരെയും വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഈ ആളെ ഇവരങ്ങ് പിടികൂടി. ക്രിസ്ത്യൻസൺ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ലോക്കൽ മനുഷ്യനായിരുന്നു. അയാൾ അവിടെ താമസിക്കുന്ന ഒരാളാണ്. റെയിൻഡിയർ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആളാണ്. ബ്ലാക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഇറച്ചി വിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അയാൾ ഇവരെ കണ്ടപ്പോൾ വിചാരിച്ചു ഇവർ ജർമ്മൻകാരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് താനൊരു നാസിയാണ് എന്നൊക്കെയാണ് ആദ്യമേ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഇവർ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ശ്രമിച്ചു. ഇവർക്ക് നേരത്തെ മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഓർഡർ ഇവരുടെ വഴിയെ ആര് വന്നാലും കൊന്നു തള്ളി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. പക്ഷേ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് ഈ വന്നിരിക്കുന്ന നാസികളല്ല എന്ന് മനസ്സിലായി. അതോടുകൂടിയിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ നോർവേക്കാരൻ തന്നെയാണ്, ഇങ്ങനെ വേട്ടയ്ക്ക് വേണ്ടി നടന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. എന്താണേലും അയാളെ ഇവർ തടവിലാക്കി. കാരണം അയാളിൽ നിന്ന് ഈ പ്ലാന്റിൻ്റെ കാര്യങ്ങളും അവിടുത്തെ ഇപ്പോഴത്തെ സൈനികരുടെ ബലവും ഒക്കെ ഈ റോൺബെർഗിന് പിടികിട്ടുമായിരുന്നു. അങ്ങനെ 2-3 ദിവസം അയാളെ കൂടെ പാർപ്പിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തെ ഏകദേശം വിവരങ്ങളൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ഈ മനസ്സിലാക്കിയത് കൊണ്ടാണ് റോൺബെർഗ് ഒരു 2-3 ദിവസത്തേക്ക് ഇയാളെ കസ്റ്റഡി വെക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ വീണ്ടും 1-2 ദിവസങ്ങൾ ഇവർ മുന്നോട്ട് യാത്രയായി. ആ സമയത്താണ് ഇവർക്കെതിരെ വീണ്ടും ഒരു 2 ആളുകൾ അകലെ നിന്ന് മഞ്ഞിലൂടെ തെന്നി വരുന്നത് ഇവർ കാണുന്നത്. ഇവരെല്ലാം മാറി നിന്നിട്ട് കെന്യൂട്ട് ഹോഗ്ലിഡ് എന്ന് പറയുന്ന ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കമാൻഡോയെ ഇയാൾ ഈ വരുന്ന 2 പേര് ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിട്ടു. അയാൾ ചെന്നിട്ട് അവിടെ പുറകിൽ നിന്നിട്ട് ഇവരോട് തോക്ക് കാണിച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ നമ്മൾ മുമ്പ് പറഞ്ഞ ആ 4 നോർവേക്കാരിൽപ്പെട്ട 2 പേരായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഈ 2 ഓപ്പറേഷൻ ടീമുകൾ, ഓപ്പറേഷൻ ഗ്രൗസ് ടീമും ഈ ഓപ്പറേഷൻ ഗണ്ണർ സൈഡ് ടീമും കൂടെ ഒരുമിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ ഒന്നിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ വേട്ടക്കാരൻ ക്രിസ്ത്യൻസനെ വേണ്ട എന്ന് ഈ റോൺബെർഗ് തീരുമാനിച്ചു. അയാളോട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യം നീ ഈ ഗ്രാമത്തിൽ പോയി പറയുവാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിന്നെ കൊല്ലും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോക്ലേറ്റും കുറച്ച് സമ്മാനങ്ങളൊക്കെ ഇയാൾക്ക് കൊടുത്തിട്ട് അയാൾ പറഞ്ഞു വിട്ടു. അന്നത്തെ രാത്രിയിൽ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ക്യാബിനിലെത്തി. അവിടെ ഒരു റെയിൻഡിയറിനെ ഇവർ പിടിച്ചിട്ട് അതിനെ കൊന്ന് ഒരു കാര്യമായ സദ്യയൊക്കെ ഇവർ നടത്തി. ഇനി വേണം ഇവർക്ക് ഈ ശരിയായ ഓപ്പറേഷൻ ഗണ്ണർ സൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട്. പിറ്റേ ദിവസം തന്നെ റോൺബെർഗ് തൻ്റെ ഈ പാർട്ടിയെ 2 മാറ്റി, 2 ഗ്രൂപ്പുകളായിട്ട് മാറ്റി. ഒന്ന് ഡെമോളിഷൻ പാർട്ടി എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഇവരാണ് അകത്ത് ഈ കോൺസെൻട്രേഷൻ റൂമിൽ പോയിട്ട് ഇത് ബോംബ് വെച്ച് തകർക്കേണ്ടത്. അതിൻ്റെ നേതാവ് ഈ റോൺബെർഗ് തന്നെയാണ്. രണ്ടാമത്തത് കെന്യൂട്ട് ഹോഗ്ലിഡിൻ്റെ ലീഡർഷിപ്പിൽ കവറിംഗ് പാർട്ടി എന്ന് പറഞ്ഞ 2ാമത്തെ ഒരു പാർട്ടി. ഇവരുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെമോളിഷൻ പാർട്ടി അകത്തേക്ക് കയറുമ്പോഴേക്കും ബാക്കിയുള്ള സ്ഥലങ്ങൾ ഗാർഡ് ചെയ്യണം, ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ കൊല്ലണം, തിരിച്ചു പോകാനുള്ള വഴി ഒരുക്കി വെക്കണം. അങ്ങനെ ഒരു ഡെമോളിഷൻ പാർട്ടി ഉണ്ടാക്കി. 2ാമത് ഒരു കവറിംഗ് പാർട്ടി ഉണ്ടാക്കി. അടുത്ത തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടീമിലുള്ള എല്ലാവരും തന്നെ
ബ്രിട്ടീഷ് യൂണിഫോമിൽ, ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ യൂണിഫോമിൽ വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട്. അതായത് ബ്രിട്ടനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് കറക്റ്റായിട്ട് ജർമ്മൻകാർ അറിയണം. അതിന് 2-3 കാരണങ്ങളുണ്ട്. അതിൽ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നോർവേക്കാരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ജർമ്മൻകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രോധം മുഴുവൻ അവർ തീർക്കുക ഈ ലോക്കലായിട്ടുള്ള നോർവീജിയൻ പൗരന്മാരുടെ മുകളിലേക്കായിരിക്കും. അത് ഒഴിവാക്കാനാണ് പ്രധാനമായിട്ടും ഇവർ ബ്രിട്ടീഷ് യൂണിഫോമിൽ ചെല്ലുന്നത്. ബ്രിട്ടനാണ് ഇതിൻ്റെ പുറകിലെന്ന് ഈ ജർമ്മൻകാർ മനസ്സിലാക്കണം. അടുത്ത ദിവസം ക്ലോസ് ഹെൽബർഗ് എന്ന് പറഞ്ഞ ആളെ ഇവർ പോകാൻ പോകുന്ന റൂട്ടിലേക്ക് ഇവർ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടു. അതിൻ്റെ കാരണം ആ റൂട്ട് പോയി ക്ലിയർ ആക്കി അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അറിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം ഇവർ പോകേണ്ട റൂട്ടിൽ പോയി മുമ്പ് പറഞ്ഞ ആ നദിയെല്ലാം കവർ ചെയ്തു. അത് ഐസ് ഒന്ന് മൂടിക്കിടക്കുകയാണ്, അതിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാം. എന്നിട്ട് ഈ പറഞ്ഞ പ്ലാന്റിൻ്റെ താഴെയുള്ള ആ ഗർത്തത്തിൽ അയാൾ എത്തിച്ചേർന്നു. അവിടെ നിന്ന് മുകളിലേക്ക് നോക്കി അയാൾക്ക് മനസ്സിലായി അവിടെ എങ്ങും സെക്യൂരിറ്റികളൊന്നുമില്ല. അത് മാത്രവുമല്ല, ഈ റെയിൽവേ പാത അത് അൺഗാർഡഡ് ആണ്. അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ആര് പോയാലും ശ്രദ്ധിക്കത്തില്ല. കാരണം അതുവഴി ഇപ്പോൾ ട്രെയിൻ ഇവർ കൊണ്ടുപോകുന്നില്ല. അത് മാത്രമല്ല, അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഗാർഡുകളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം മനസ്സിലാക്കി. അത് കൂടാതെ ഏതാണ്ട് 200 മീറ്റർ പൊക്കത്തിലാണ് ഈ ഗർത്തത്തിൽ നിന്ന് ഇവർക്ക് കയറിയിട്ട് ഈ പ്ലാന്റിൻ്റെ അവിടെ എത്തേണ്ടത്. ആ കയറേണ്ട സ്ഥലം മുഴുവൻ ബൂട്ടുകളൊക്കെ വെച്ചിട്ട് കയറാൻ പറ്റിയ രീതിയിൽ തുളകളും ചെറിയ ചെറിയ ചെടികളൊക്കെ വളർന്നു നിൽപ്പുണ്ട്. അതുകൊണ്ട് അതുവഴി വലിയ പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും ഇവരെ പോലുള്ള സോൾജിയേഴ്സിന് ഈസി ആയിട്ട് അതുവഴി മുകളിലേക്ക് കയറാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇയാൾ മനസ്സിലാക്കിയിട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് റോൺബെർഗിനോട് പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റെയിൽവേ പാത വഴി കയറി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. അത് മാത്രമല്ല, ഈ ഗർത്തം കയറാനായിട്ട് വഴിയുമുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അങ്ങനെ ഫെബ്രുവരി 28 രാത്രി 8 മണിക്ക് ഓപ്പറേഷൻ ഗണ്ണർ സൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇവരെല്ലാവരും തന്നെ ഇവരുടെ ക്യാബിൻ വിട്ട് പുറത്തിറങ്ങി. എല്ലാവരും ബ്രിട്ടീഷ് യൂണിഫോം ധരിച്ചു, ആയുധങ്ങളെല്ലാം ധരിച്ചു. ഡെമോളിഷൻ ടീമിൻ്റെ കയ്യിൽ ഇത് തകർക്കാനുള്ള സ്ഫോടക വസ്തുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവരെല്ലാം റെഡിയാണ്. അങ്ങനെ അവർ ക്യാബിൻ വിട്ടിട്ട് ഈ വെമോർക്ക് പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇവർ യാത്രയായി. അകലെ നിന്ന് തന്നെ ഈ വെമോർക്ക് പ്ലാന്റിൻ്റെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണാം. അത് മാത്രമല്ല, ഈ പ്ലാന്റിലെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഹും ഹും എന്ന് പറഞ്ഞ ശബ്ദം ഈ താഴ്വര മുഴുവൻ ഇവർക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ സോൾജിയേഴ്സിൻ്റെ ഹൃദയമെടുപ്പും ഈ പറയുന്ന പ്ലാന്റിൽ നിന്ന് വരുന്ന ശബ്ദവും ഒക്കെ ഏതാണ്ട് ഒരേ താളത്തിലായി. കാരണം ഇവരുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ടേക്കാണ്. ഇവരുടെ ലക്ഷ്യം ഒന്നാണ്, ഇവരുടെ രാജ്യത്തെ സംരക്ഷിക്കണം. ഇവർ തിരഞ്ഞെടുത്ത ദിവസം കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പക്ഷേ മഞ്ഞ് ഉരുകാനായിട്ട് തുടങ്ങിയ ഒരു സീസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ ചൂട് കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞ നദി കവർ ചെയ്തു. മോണെ നദിയുടെ മുകളിൽ ഐസ് കവർ ചെയ്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് നടന്ന് ഇവർക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റി. പക്ഷേ ഐസ് ഉരുകുന്ന ആ സ്പീഡ് കണ്ടപ്പോഴേക്കും ചിലരെങ്കിലും സംശയിച്ചു, തിരിച്ചു വരുമ്പോഴേക്കും ഇത് നീന്തി കിടക്കേണ്ടി വന്നേക്കാം. കാരണം ഐസ് പെട്ടെന്ന് ഉരുകുന്നുണ്ട്, ചൂട് കാറ്റ് വരുന്നുണ്ട്. എന്താണേലും അവരവിടെ സ്പീഡ് കൂട്ടി. അവർ ഗർത്തത്തിനുള്ളിലെത്തി. ഗർത്തത്തിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മുമ്പ് പറഞ്ഞ 2 ബ്രിഡ്ജുകൾ, റെയിൽവേ ബ്രിഡ്ജും ഈ പറയുന്ന കാർ പോകുന്ന ബ്രിഡ്ജും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പ്ലാന്റിൽ ലൈറ്റ് ഉണ്ട്, എല്ലാം ഇവർക്ക് താഴെ നിന്ന് കാണാം. ഈ കാറ് പോകുന്ന ആ ബ്രിഡ്ജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വാഹനങ്ങൾ പോകുന്നുമുണ്ട്. പക്ഷേ അപ്പുറയുള്ള റെയിൽവേ ബ്രിഡ്ജിൽ ആരുമില്ല, ഇരുട്ട. അങ്ങനെ അവർ ശബ്ദമുണ്ടാക്കാതെ വളരെ പ്രയാസപ്പെട്ട് ആ ചെരുവ്, മുമ്പ് പറഞ്ഞല്ലോ 200 മീറ്റർ താഴ്ചയുള്ള ആ ഗർത്തം, അവരത് പിടിച്ച് മുകളിലേക്ക് കയറി. ഒരു വിധത്തിലാണ് അവർ പിടിച്ച് കയറിയത്. പക്ഷേ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 1-2 മിനിറ്റോളം ഇവർ ഒരക്ഷരം മിണ്ടാതെ അവരവിടെ ഇരുന്നു. കാരണം എല്ലാവരും അണയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുകളിൽ എത്തിപ്പെട്ടോ എന്നുള്ള ഒരു ആശ്ചര്യം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. കാരണം ഇനി മീറ്ററുകൾ അകലെ മാത്രമാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. ശരിക്കുള്ള ഓപ്പറേഷൻ ഇനി തുടങ്ങുകയാണ്. സമയം രാത്രി 11 മണിയായി. ഇവരിപ്പോൾ ഈ റെയിൽവേ പാതയ്ക്ക് അടുത്തുള്ള ഒരു ട്രാൻസ്ഫോമർ റൂമിലാണ്, അതിൻ്റെ അടുത്താണ് ഇവരുള്ളത്. ഇതിനകത്ത് ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട്. ഇവരെന്ത് ചെയ്തു, കുറച്ച് പേര് ഈ റൂമിനകത്തേക്ക് കയറിയിട്ട് അതിനകത്ത് ഇച്ചിരി ചൂടുണ്ട്, ആ ചൂടൊന്നും കൊണ്ട്, കാരണം നല്ല തണുപ്പായിരുന്നു. ഇവിടെ ഇനി കുറച്ച് നേരം ഇരുന്നേ പറ്റുള്ളൂ. കാരണം 12 മണിക്ക് തൊട്ടപ്പുറം ഈ കാറുകൾ പോകുന്ന ബ്രിഡ്ജിലെ കാവലക്കാരായിട്ടുള്ള ആളുകൾ അവർ ഊഴം മാറുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് അതിനകത്തേക്ക് കയറാനായിട്ട്. ഇവരിപ്പോഴും നിൽക്കുന്ന ട്രാൻസ്ഫോമർ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 2 ഗാർഡുകളെ അവർ കാവൽ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 11:45 കഴിഞ്ഞപ്പോഴേക്കും അവരവിടെ നിന്ന് മാറിയിട്ട് പുതിയ 2 ഗാർഡുകൾ അവിടേക്ക് എത്തി. 12:30 കഴിഞ്ഞപ്പോഴേക്കും റോൺബെർഗ് ഇവർക്ക് സിഗ്നൽ കൊടുത്തു. കുറ്റാക്കൂർ ഇരുട്ടാണ് ഇവരിയ്ക്കുന്ന സ്ഥലത്ത്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഈ ഗാർഡുകൾ നിൽക്കുന്നത് കാണാം. പ്ലാന്റിലെ വെളിച്ചമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവർ ഇരുട്ട് മറയാക്കിയിട്ട് ഇവർ സാവധാനം ഒച്ച ഉണ്ടാക്കാതെ കുനിഞ്ഞ് ഇവർ മുന്നോട്ട് നീങ്ങി. ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ പാത വഴിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കാരണം ആ പാതയിൽ ഗാർഡുകളില്ല. പക്ഷേ ഈ പ്ലാന്റിൻ്റെ അടുത്തേക്ക് ഈ പാത ചെന്ന് ചേരുന്ന സ്ഥലത്ത് ഒരു ഗേറ്റ് ഇരിപ്പുണ്ട്. ആ ഗേറ്റ് ഇവർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തു. ആ ശബ്ദമൊന്നും ആരും കേട്ടില്ല. പ്രധാന പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റിൽ നിന്ന് നല്ല ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട്
ചെറിയ ചെറിയ ശബ്ദങ്ങളൊന്നും ആരും കേൾക്കില്ല. എന്താണെങ്കിലും ഇവരാരും അറിയാതെ ആ ഗേറ്റ് കട്ട് ചെയ്ത് ഇവരകത്തേക്ക് കയറി. ഈ കട്ട് ചെയ്ത റെയിൽവേ ഗേറ്റിന്റെ അവിടെ ഒരാളെ കാവൽ നിർത്തി. കാരണം ഇതുവഴിയാണ് ഇവർക്ക് പുറത്തേക്ക് പോകേണ്ടത്. ഇതുവഴി ഇനി ആര് വന്നാലും അയാൾ വെടിവെക്കും. അത് കഴിഞ്ഞിട്ട് കവറിംഗ് ടീം ഈ പോകുന്ന വഴിയിൽ പല സ്ഥലത്തായിട്ട് അവർ ഒളിച്ചിരുന്നു. ഇരുട്ടത്തും മറയത്തും എല്ലാം അവർ ഒളിച്ചിരുന്നു. ഈ വഴി ഇനി ജർമ്മൻകാർ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വെടിവെപ്പേ ഉണ്ടാവുള്ളൂ. കാരണം ഈ പുറത്തു പോകുന്നവർക്ക് തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ ഈ വഴി സെക്യൂർ ആക്കിയല്ലേ പറ്റുള്ളൂ. അതുവരെയും ഇവർ പോരാടി നിൽക്കണം. അതാണ് പ്ലാൻ. അങ്ങനെ കവറിംഗ് ടീം പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡായിട്ട് ഇരുട്ടത്തെല്ലാം മാറി നിന്നു. പല ആളുകൾക്കും അപ്പുറയും ഇപ്പുറയുള്ള ഈ ജർമ്മൻ ഗാർഡുകൾ ഇവിടെ നിന്ന് നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഇരുട്ടത്താണ് നിൽക്കുന്നത്. ജർമ്മൻ ഗാർഡുകൾ ഈ വഴി ഒരു അറ്റാക്ക് ഒരു കാലത്തും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അവരിങ്ങോട്ട് നോക്കുന്നത് പോലുമില്ല. അവരവരുടെ കാര്യങ്ങൾ വർത്താനം പറയുന്നു. ചിലവർ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. ചിലവർ കോഫി കുടിക്കാൻ പോകുന്നു. അത് അവരുടെ റൊട്ടീൻ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് യാതൊരു സംശയവുമില്ല. തൊട്ടടുത്ത് മീറ്ററുകൾക്കകത്ത് ഇരുട്ടത്ത് ഇവരിപ്പുണ്ട്. കവറിംഗ് ടീം എല്ലാ സ്ഥലത്തും പൊസിഷനായി എന്ന് മനസ്സിലാക്കിയ റോൺബർഗ് തന്റെ ഡെമോളിഷൻ ടീമുമായിട്ട് സാവധാനം അകത്തേക്ക് കയറി. ഇവർ പോകുന്ന വഴി ആരുമില്ല, അൺഗാർഡഡ് ആണ്. ആ കാര്യങ്ങളെല്ലാം ഇവർ നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നതാണ്. അതുവഴി ഇവർ ഈ പറയുന്ന ഇലക്ട്രോളിസിസ് ബിൽഡിംഗ്, അതായത് ഈ ഖനജലം ഉണ്ടാക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് കയറി. ആ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഈ താഴെയുള്ള ഫ്ലോറിലാണ് മുമ്പ് പറഞ്ഞ കോൺസെൻട്രേഷൻ റൂം ഉള്ളത്. അവിടെയാണ് ഖനജലം ഉണ്ടാക്കുന്നത്. അങ്ങോട്ടേക്കാണ് ഇവർ കയറിയത്. ആ വഴിയൊന്നും ആരെയും കണ്ടില്ല. കാരണം അവിടെ ഫാക്ടറി മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അതിനകത്തെ പ്രവർത്തനങ്ങൾ നോക്കാനും വല്ല റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടും 1-2 പേര് ഇതിനകത്തുണ്ടാവാം. ബാക്കിയുള്ള ഗാർഡുകളെല്ലാം പുറത്താണുള്ളത്. ഡെമോളിഷൻ ടീം ഒരു എതിർപ്പും കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പല വാതിലുകൾ കവർ ചെയ്താണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും താഴെയുള്ള സ്ഥലത്താണ് ഈ പറയുന്ന കോൺസെൻട്രേഷൻ റൂം ഉള്ളത്. ഇവർ അതിൻ്റെ പരിസരത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ റോൺബർഗ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ലോ ലെവൽ വിൻഡോ, താഴെ നിന്ന് അകത്തേക്കുള്ളൊരു വിൻഡോ ഇദ്ദേഹം കണ്ടു. പക്ഷേ അത് ചില്ലിട്ടതാണ്. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ പറയുന്ന ഖനജലം ഉണ്ടാക്കുന്ന കോൺസെൻട്രേഷൻ റൂമിലാണ് ചെന്ന് കയറുക. പക്ഷേ അത് പൊട്ടിച്ചാൽ ശബ്ദം ഉണ്ടാവുമോ, ബാക്കിയുള്ള ആരെങ്കിലും ഈ ബിൽഡിങ്ങിലുണ്ടോ എന്ന് റോൺബർഗ് സംശയിച്ചു. അതുകൊണ്ട് അത് പൊട്ടിക്കാനുള്ള ധൈര്യം ഇദ്ദേഹത്തിന് ഉണ്ടായില്ല. അതിന് പകരം ഇദ്ദേഹം മുമ്പ് പറഞ്ഞ പറഞ്ഞ ഒരു കുഴലുണ്ടല്ലോ, അതായത് കേബിളുകൾ പോകുന്ന ഒരു ഡക്റ്റ്, അത് എവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇദ്ദേഹം മറ്റൊരാളെയും കൂട്ടിയിട്ട് ഈ ഡക്റ്റ് തപ്പി മുമ്പോട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഈ ഡക്റ്റ് തുള കണ്ടു. അതിനകത്തൂടെ കുറേ കേബിളുകൾ ഈ കോൺസെൻട്രേഷൻ റൂമിലേക്ക് പോകുന്നുണ്ട്. അതിനെ അടച്ചിട്ടൊന്നുമില്ല. നേരെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റൂമിലേക്കാണ് ചെന്ന് ഇറങ്ങുക. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ആദ്യമേ ഈ ബാഗ് ഈ തുളയ്ക്കകത്തോട്ട് വെച്ചു. കാരണം ഒരാൾക്ക് കഷ്ടിച്ച് ഒരു എലി പോകുന്ന പോലെ ഇതിനകത്തൂടെ വേണം പോകാനായിട്ട്. ഒരു റാബിറ്റ് ഹോള് പോലെയാണ് അതിരിക്കുന്നത്. അങ്ങനെ ആദ്യമേ ഈ ബാഗ് സ്ഫോടക വസ്തുക്കൾ വെച്ച അല്ലെങ്കിൽ ഉള്ള ആ ബാഗ് വെച്ചിട്ട് ഇവർ പുറകിൽ ഇങ്ങനെ പാമ്പഴയുന്നത് പോലെ ഈ തുളയിലൂടെ ഇറങ്ങി അവസാനം ഇവർ ഈ കോൺസെൻട്രേഷൻ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ഡോറിൻ്റെ മുമ്പിൽ അവരെത്തിച്ചേർന്നു. ആ റൂം ചാരിയിട്ടുള്ളൂ, ലോക്ക് ചെയ്തിട്ടില്ല. അതിനകത്ത് ഒരാൾ ഇരുന്ന് റീഡിംഗ് എഴുതുന്നോ എന്തൊക്കെ എഴുതുകയോ പിടിക്കുകയോ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഒരു സയൻറ്റിസ്റ്റ് ആവാം, അല്ല ഒരു ഗാർഡായിരിക്കാം. എന്താണെങ്കിലും ഇവർ പെട്ടെന്ന് തന്നെ ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അതിനകത്ത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. പക്ഷേ അയാൾ ഒരു നോർവേക്കാരനാണ് എന്നുള്ളത് ഇദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. റോൺബർഗിന് അയാളെ തോക്കിൻ മൂലയിൽ നിർത്തി. അതിനുശേഷം റോൺബർഗ് ഈ ഖനജലം ഇറ്റിറ്റ് വീഴുന്ന സെല്ലുകൾ, അതിങ്ങനെ നമ്മുടെ ഓക്സിജൻ സിലിണ്ടറുകൾ പോലെ ഇങ്ങനെ 2 സൈഡിലും ഇരിപ്പുണ്ട്. ഏതാണ്ട് 18 എണ്ണം. ഓരോന്നിലും അദ്ദേഹം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ മാലപ്പടക്കം പോലെ ഒരു വസ്തുവാണ് ഇവർ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരറ്റത്തുനിന്ന് തീ കൊളുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് കത്തും. ഓരോന്ന് കത്തി മൊത്തം ഒരുമിച്ച് പൊട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റാണ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇവർ അങ്ങനെ ഓരോ സ്ഥലത്തും ഈ 18 സിലിണ്ടറിലും ഈ പറഞ്ഞ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചു. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് ഒരു തിരിയുണ്ട്. അതിന് തീ കൊളുത്തിയാൽ മാത്രം മതി. പക്ഷേ ആ സമയത്ത് ഒരു സൈഡിൽ ഒരു ഡോറിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം കേട്ടു. അത് ഡോറാണോ ഭിത്തിയാണോ എന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ജനൽ തകർത്ത് 2 പേര് ഇതിനകത്തോട്ട് വന്ന് കയറി. സത്യത്തിൽ ഈ റോൺബർഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരാണ്. റോൺബർഗ് ഈ ഡെക്റ്റ് അന്വേഷിച്ച് പോയ സമയത്ത് ഇവർ റോൺബർഗ് ആദ്യം കണ്ട ജനൽ കണ്ടായിരുന്നു. ആ ജനലിൽ കൂടെ വരാനായിട്ട് റോൺബർഗിന് അറിയായിരുന്നല്ലോ, ഇത് പൊട്ടിച്ചിട്ട് കയറാനായിട്ട് പേടിയായിരുന്നല്ലോ. ആ സ്ഥലം പൊട്ടിച്ചാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ബിൽഡിങ്ങിൽ വേറെ ആളുകളില്ലാഞ്ഞത് കൊണ്ട് ഈ ശബ്ദമൊന്നും ആരും കേട്ടില്ല. പ്രത്യേകിച്ച് ഈ കോൺസെൻട്രേഷൻ റൂമിലെ ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. കാരണം ഭയങ്കര ഖനമുള്ള ഭിത്തികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഡോറങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ശബ്ദമുണ്ടെങ്കിലും പുറത്തേക്ക് വരില്ല എന്നുള്ള സത്യം ഈ റോൺബർഗിന് അപ്പോൾ മനസ്സിലായി. റോൺബർഗ് എല്ലാവരോടും പറഞ്ഞു, എല്ലാം ശരിയായിട്ടുണ്ട്, ഞാൻ തീ കൊളുത്താൻ പോവുകയാണ്. 30 സെക്കൻഡാണ് നമുക്കുള്ളത്. ഈ 30 സെക്കൻഡിനുള്ളിൽ ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം. അങ്ങനെ ഇവർ തടവിലാക്കി ആ ഗാർഡിനെ വലിച്ചെടുത്തുകൊണ്ട് ഇവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവർ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഈ ഗാർഡിനെ അവിടെ വെറുതെ വിട്ടു. ഇവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കവർ ചെയ്തിരിക്കുന്ന ടീം കണ്ടു. അവർക്ക് അവിടെ ഇതുവരെ ഒരു ശല്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ജർമ്മൻകാർ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. അവർ പെട്ടെന്ന് തന്നെ ഈ വന്ന വഴിയെ ഈ ഗേറ്റിൽ ആൾ നിൽപ്പുണ്ടല്ലോ, ഈ റെയിൽവേ ഗേറ്റിൽ, അതുവഴി ഇവർ ഈ റെയിൽവേ പാളത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങി. ഇവർ എപ്പോഴാണോ റെയിൽവേ പാളത്തിലേക്ക് ഇറങ്ങിയത് ആ സമയത്ത് ഒരു വല്ലാത്ത ശബ്ദം ഇവർ കേട്ടു. പക്ഷെ വലിയ ശബ്ദമൊന്നും ആയിരുന്നില്ല, എന്തോ ഒരു ചെറിയ ശബ്ദം. ശരിക്കും പറഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ റൂമിൽ ഇവർ വെച്ച ഈ ബോംബെല്ലാം
മുമ്പ് പറഞ്ഞിരുന്നല്ലോ തിക്ക് വാളായിരുന്നതുകൊണ്ട് പുറത്തേക്ക് വലിയ ശബ്ദമൊന്നും കേട്ടില്ല. പക്ഷേ ഒരു ചെറിയ ശബ്ദം കേട്ടു. അത് കേട്ടിട്ട് ഒരു ജർമ്മൻ ഗാർഡ് ഈ ഭാഗത്തേക്ക് ഇറങ്ങി വന്നു. ഇരുട്ടെന്ന് നിൽക്കുന്ന ഇവരെ അയാൾ കണ്ടില്ല. അയാളെ ടോർച്ചടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഈ കൂട്ടത്തിൽ ഒരാളുടെ മുകളിലൂടെയാണ് ആ സെർച്ച് ലൈറ്റ് പോയത്. പക്ഷേ അയാളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് അയാൾ ഇതൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയില്ല. അടുത്തത്, ഈ ശബ്ദം ജർമ്മൻകാർക്ക് മനസ്സിലായതേ ഇല്ല. കാരണം ആ ഭാഗത്ത് ഈ മലയിടിച്ചിലും അതുപോലെ തന്നെ ഈ മഞ്ഞ് മുകളിൽ നിന്ന് വിട്ടുവിട്ട് വരുന്നുണ്ട്. ഇപ്പം ഉരുകുന്ന സമയമാണല്ലോ, അത് രാവിലെ മുതൽ ഇത്തരം ശബ്ദങ്ങൾ ഇവർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും മഞ്ഞ് ഈ മലയിൽ നിന്ന് വീഴതാവാം എന്നാണ് ഇയാൾ വിചാരിച്ചത്. എന്നാണെങ്കിലും സെർച്ചിങ് ഓഫാക്കിയിട്ട്, അല്ലെങ്കിൽ ആ സെർച്ച് ലൈറ്റ് ഓഫാക്കിയിട്ട് അയാൾ തിരിച്ചുപോയി. ഓപ്പറേഷൻ ഗണ്ണർ സൈഡിൻ്റെ ടീമുകൾക്ക് രക്ഷപ്പെടാനായിട്ട് ആ ഒരു സമയം മതിയായിരുന്നു. അവർ വന്ന വഴിയെ തന്നെ ഈ റെയിൽവേ പാതയിലേക്ക് തിരിച്ചിറങ്ങി, അവർ കയറിയ വഴിയെ തന്നെ അവർ താഴേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ഗർത്തം കടന്നിട്ട് മുമ്പ് പറഞ്ഞ നദി അവർ കവർ ചെയ്തു. അത് ഉരുകി പോയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുകളിലൂടെ തന്നെ ഇവർക്ക് തിരിച്ചു വരാനായിട്ട് പറ്റി. അങ്ങനെ ഇവർ ഈ സ്ഥലത്ത് നിന്ന് കുറേ ദൂരം മാറിയ ശേഷമാണ് ഇവർ ഈ സൈറൻ മുഴങ്ങുന്ന ശബ്ദം കേട്ടത്. നമ്മൾ വിചാരിക്കും ഇവരൊരു ഗാർഡിനെ വെറുതെ വിട്ടായിരുന്നല്ലോ ഇതിനകത്തുനിന്ന്. അയാൾ എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ വിവരം പറയാഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ അയാളൊരു നോർവേക്കാരനാണ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഈ ഇൻഫർമേഷൻ ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിച്ചാവാം ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. എന്താണെങ്കിലും ഇവർക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടി. ഇവർ ദൂരെ നിന്ന് നോക്കിക്കഴിയുമ്പോഴേക്കും വലിയ സൈറൻ മുഴങ്ങുന്ന ശബ്ദമല്ല ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജർമ്മൻകാർക്ക് അബദ്ധം പറ്റി. കാരണം ഇതുവഴി ആൾ വന്ന് കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം അവർക്ക് അപ്പോഴും മനസ്സിലായില്ല. അവർ വിചാരിച്ചത് ഇത് തകർത്ത ആളുകൾ ഈ ബിൽഡിങ്ങിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ അതിനകത്ത് തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. എന്താണെങ്കിലും ഇവർക്ക് അവിടെ നിന്ന് മൈലുകൾ മാറാനുള്ള, ഇവർ ഈ മഞ്ഞിലൂടെ തെന്നി മൈലുകൾ മാറിയ ശേഷമാണ് ഈ ബാക്കിയുള്ള ഈ ജർമ്മൻകാർക്ക് കാര്യം മനസ്സിലായത്. വേറെ വഴിയാണ് ഇവിടെ ആൾ വന്നിരിക്കുന്നുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് ഒരു 30 മൈൽ അകലേക്ക് ഇവർ മാറിക്കഴിഞ്ഞിരുന്നു. അന്നത്തെ ദിവസം നോർവേക്കാരെ വീണ്ടും ഭാഗ്യം തുണച്ചു. കാരണം ഇവർ മാറി ഒരു ക്യാബിനിലേക്ക് കയറിയ ആ സമയത്ത് തന്നെ കാലാവസ്ഥ വളരെ മോശമായി. അതിശക്തമായ ഹിമക്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റില്ല. ചുരുക്കത്തിൽ ഇവരെ അന്വേഷിച്ചിട്ട് ഒരു സെർച്ച് പാർട്ടി പോലും ഒരു 2 ദിവസത്തേക്ക് ആ വഴി വന്നില്ല. കാരണം അത്രയ്ക്ക് മഞ്ഞ് വീഴ്ചയും കാറ്റുമായിരുന്നു. ആദ്യ സമയങ്ങളിൽ ഇത്തരം മഞ്ഞ് വീഴ്ചകൾ ഇവരുടെ ഈ ഓപ്പറേഷൻ താമസപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ ഈ മഞ്ഞ് വീഴ്ച ഇവർക്ക് അനുഗ്രഹമായിട്ട് മാറി. 1-2 ദിവസങ്ങൾ ക്യാബിനുള്ളിൽ കഴിഞ്ഞ ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഈ റോൺബർഗ് ഈ സംഘത്തെ പലതായിട്ട് പിരിച്ചുവിട്ടു. ഒരുമിച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല. എല്ലാവരും തന്നെ സിവിലിയൻ വേഷത്തിലേക്ക് മാറി. കാരണം ഇനി ഇവരെല്ലാം നോർവേക്കാരാണ്. ഇവർക്ക് ബ്രിട്ടനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവരിവിടെയുള്ള ആൾക്കാരാണ്. അവരങ്ങനെ അങ്ങ് മാറിക്കഴിഞ്ഞു. 5 പേര് അവിടെ നിന്ന് ഈ മഞ്ഞിലൂടെ സഞ്ചരിച്ചിട്ട് തൊട്ടടുത്ത രാജ്യമായുള്ള സ്വീഡനിലേക്ക്, സ്വീഡൻ എന്ന ന്യൂട്രൽ രാജ്യമാണ്, അവർ അതിർത്തി കിടന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. 5 പേര്. ഒരു 2 പേര് ഈ ക്യാബിനിൽ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഇനിയും ഇവിടെ ഓപ്പറേഷൻസ് അവർക്ക് നടത്താനുണ്ട്. ഇവർ നോർവേക്കാരാണ്. ഇവരുടെ രാജ്യം ജർമ്മൻകാരുടെ കയ്യിലാണ്. ഇവർ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പിലുള്ള ആളുകളാണ്. അങ്ങനെ 2 പേര് അവിടെ സ്റ്റേ ചെയ്തു. ബാക്കി 2 പേര് ഈ നോർവേയുടെ ഓസ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. അവിടെ വീണ്ടും ഇവർക്ക് ഉത്തരവുകൾ കിട്ടും. വീണ്ടും ഓപ്പറേഷൻസ് നടത്താനുള്ളതാണ്. അങ്ങനെ ഇവർ 3-4 ഭാഗങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിരിഞ്ഞുപോയി. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ ഗണ്ണർ സൈഡ് എന്ന് വിളിക്കുന്നത്. കാരണം ഇവർ അത് കറക്റ്റായിട്ട് ഈ ഒരു പ്ലാന്റ് തകർത്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജർമ്മനി അവരുടെ ന്യൂക്ലിയർ മോഹങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ഒരു ആറ്റം ബോംബ് വരെ ഉണ്ടാക്കുകയും പിന്നീട് അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്തേനെ. അതുകൊണ്ട് തന്നെ ഈ ഗണ്ണർ സൈഡ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ 2ാം ലോകമഹായുദ്ധത്തിലെ ഒരു പ്രധാന ഏടായിട്ട് തന്നെയാണ് ആളുകൾ പരിഗണിക്കുന്നത്. രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വെടി പോലും ഇവർക്ക് ഉതിർക്കേണ്ട വന്നില്ല. ഒരാളെ പോലും കൊല്ലേണ്ട വന്നിട്ടില്ല. അങ്ങനെയാണ്, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ഈ ഓപ്പറേഷൻ നടത്തി തീർത്തത്. അതുതന്നെ ഈ നാസികൾ പോലും അക്കാലത്ത് ഇതൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഓപ്പറേഷൻ ആയിരുന്നു എന്ന് അവരുടെ രേഖകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടീം അംഗങ്ങളിൽ നോർവേയിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ച കുറച്ച് പേരിൽ ഈ റോൺബർഗും ഉണ്ടായിരുന്നു. പിന്നീട് റോൺബർഗ് ഇവിടെ ഈ ജർമ്മൻകാർക്കെതിരെ നടത്തിയ പല യുദ്ധങ്ങളിലും പുള്ളി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഈ വണ്ടികളും ഗുഡ്സും ഒക്കെ പോകുന്ന റോഡുകൾ, റെയിൽവേ പാളങ്ങൾ ഇതൊക്കെ തകർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് റോൺബർഗ് പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പക്ഷേ ഈ കഥ പൂർത്തീകരിച്ചത് കെന്യൂട്ട് ഹോഗ്ലിഡാണ്. കാരണം 1944 ഈ പ്ലാന്റിൽ നിന്ന് മിച്ചമുണ്ടായിരുന്ന ഖനജലം ഒരു ബോട്ടിൽ തൊട്ടടുത്തുള്ള തടാകം വഴി പുറത്തേക്ക് കടത്താനായിട്ട് ജർമ്മൻകാർ ശ്രമിക്കുകയും ഈ ബോട്ട് ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വന്ന് ആക്രമിച്ച് ഇത് തകർക്കുകയും ചെയ്തതോടെ ഈ ജർമ്മൻകാരുടെ ഖനജലം എന്ന് പറഞ്ഞ സ്വപ്നം അതോടുകൂടിയിട്ട് അവസാനിക്കുകയും ചെയ്തു. 1944 കെന്യൂട്ട് ഹോഗ്ലിഡ് ഈ ബോട്ട് തകർത്തത്. എന്താണെങ്കിലും യുദ്ധം ഇവർക്ക് അനുകൂലമായിട്ട് അവസാനിച്ച ശേഷം ബ്രിട്ടനും ബാക്കിയുള്ള സഖ്യകക്ഷികളും ഈ പറയുന്ന നോർവേ എല്ലാം ഈ ഓപ്പറേഷൻ ഗണ്ണർ സൈഡിലെ അംഗങ്ങളെ ആദരിക്കാനായിട്ട് മറന്നില്ല. അവരെ എല്ലാവരെയും പിന്നീട് ഈ രാജ്യങ്ങളെല്ലാം വിളിച്ചു വരുത്തി അവാർഡുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞ ശേഷം 1948 ഈ ഓപ്പറേഷനെ ബേസ് ചെയ്ത് ഒരു നോർവീജിയൻ പടം ഇറങ്ങിയിട്ടുണ്ട്.
ഓപ്പറേഷൻ സ്വാളോ എന്നാണ് ആ പടത്തിൻ്റെ പേര്. അങ്ങനെ പേരിടാനുള്ള കാരണം ഈ നമ്മൾ ഗ്രൗസ് എന്ന് പറഞ്ഞ ആദ്യത്തെ 4 നോർവേക്കാരെ അവിടെ കൊണ്ടുവിട്ട ഈ ഓപ്പറേഷൻ ഗ്രൗസിൻ്റെ പേര് പിന്നീട് ഓപ്പറേഷൻ സ്വാളോ എന്നാക്കി മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഫിലിമിനും ഓപ്പറേഷൻ സ്വാളോ എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്നത്. 1948 ഇറങ്ങിയ ഒരു ഫിലിമാണ്. ഈ ഫിലിമിൻ്റെ പ്രത്യേകത, ഈ റോൺബർഗ് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ സൈനികരും ഈ ഫിലിമിൽ അവർ ഈ ഓപ്പറേഷനിൽ എന്ത് ഭാഗമാണോ അവർ നടത്തിയത് ഈ ഫിലിമിൽ അവർ അത് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഫിലിമിൻ്റെ കോപ്പി ഇൻ്റർനെറ്റിലെ പല ഭാഗങ്ങളിലായിട്ട് ക്ലാസിക് ഫിലിംസൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിൽ കിടപ്പുണ്ട്. പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ഗണ്ണർ സൈഡിലെ ശരിക്കുള്ള ആളുകളെ, ഈ റോൺബർഗ് ഒഴിച്ചുള്ള ആളുകളെ ആ മൂവിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 1965 ഹീറോസ് ഓഫ് ടെലിമാർക്ക് എന്ന് പറഞ്ഞ പേരിൽ മറ്റൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ 2 ഫിലിമാണെങ്കിലും യാഥാർത്ഥ്യമായിട്ട് കുറച്ചടുത്ത് നിൽക്കുന്നത് ആദ്യത്തെ ഫിലിമാണ്. ഈ 65 ഫിലിമിലെ യാഥാർത്ഥ്യമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലയെന്ന് തന്നെ അന്ന് ജീവിച്ചിരുന്ന ഈ ഓപ്പറേഷൻ ഗണ്ണർ സൈഡ് ടീമിലെ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു എൻ്റർടൈൻമെൻ്റാണ്. എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ്. ചരിത്രമായിട്ട് ബന്ധമുള്ള സിനിമകളെല്ലാം അതിനെ ബേസ് ചെയ്തുണ്ടാക്കുന്ന സിനിമകളാണ്. ഒരു ചലച്ചിത്രവും കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമായിട്ട് ഒരുമിച്ച് പോകാനായിട്ട് സാധ്യതയില്ല. കാരണം ഒരു സിനിമ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിന് ക്ലൈമാക്സ്, മിഡിൽ ഭാഗം, തുടക്കമൊക്കെ ഉണ്ടാവണം. 1-2 പെണ്ണുങ്ങളൊക്കെ അതിനകത്ത് വന്ന് കയറണം. അങ്ങനെ എല്ലാ ചേരുവകളും വെച്ചിട്ടാണ് സിനിമകൾ ഉണ്ടാക്കുന്നത്. അത് ചരിത്രമായിട്ട് ബന്ധം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് പല വീഡിയോകളുടെ കൂട്ടത്തിലും ഞാൻ ഈ സിനിമകളുടെ പേര് പറയാത്തത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിലെ ഈ തലവൻ റോൺബർഗ് അദ്ദേഹം മരിക്കുന്നത് 2018 ഈ അടുത്ത കാലത്താണ്. 99 വയസ്സിലാണ് ഈ റോൺബർഗ് മരിക്കുന്നത്. ഈ വെമോർക്ക് പ്ലാന്റ് ഇന്നൊരു മ്യൂസിയമാണ്. അന്നത്തെ കാലത്ത് ഈ ഹെവി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഖനജലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും പിന്നെ ഈ നടന്ന ഓപ്പറേഷൻ്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ ഈ മ്യൂസിയത്തിൽ അവർ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓപ്പറേഷൻ്റെ വിഷ്വൽ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ദി ഹെവി വാട്ടർ വാർ എന്ന് പറഞ്ഞ പേരിൽ ഒരു നോർവീജിയൻ സീരിയലുണ്ട്. അത് നോർവേയിലുള്ളവർക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു VPN ഉപയോഗിച്ച് ലൊക്കേഷൻ നോർവേ ആക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ എപ്പിസോഡ് നമ്പർ 4 കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് നടന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങളതൊക്കെ കണ്ടുവരുമ്പോഴേക്കും ഞാൻ അടുത്ത കഥയുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.